ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുള്ളത് വയനാട്ടിലെ വൈത്തിരി പാർക്കിലാണ്. എല്ലാവരും വീഡിയോ മൊത്തം കാണുക, സപ്പോർട്ട് ചെയ്യുക. വൈത്തിരി പാർക്കിലാണ്. ഇവിടെ ടൈം വരുന്നത് രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ്. ഞങ്ങൾ താമസിച്ച് പോയി. ഇപ്പോൾ സമയം 3 മണിയായി. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ടൈമേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ ടിക്കറ്റ് വില വരുന്നത് 700 രൂപയാണ്. ഒരാൾക്ക് 700 രൂപയാണ്. വയസ്സായവർക്ക് ഫ്രീയാണ്. അതിന് കയറി ചേച്ചി അറ്റാക്ക് ഒന്നും ചെയ്യാവും ഉറപ്പായി. കൈ കാണിച്ചു കൊടുക്ക. കൈ ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. കൊച്ചിന് വേണ്ടല്ലോ. കുട്ടിക്ക് വേണ്ട. മോനസിന് വേണ്ട. ആ ഡാഡിയുടെ തരാം കേട്ടോ, കരയണ്ട. അങ്ങനെയല്ലേ ഈ ഊഞ്ഞാല് കണ്ടോ? ജീവൻ മരണ പോരാട്ടം കാണട്ടോ. ആ ഊഞ്ഞാലയിൽ ഞാനും ചേട്ടായും കൂടെ കയറിയിട്ടുണ്ട്. അത് വീഡിയോ പുറകെ വരും. എല്ലാവരും മൊത്തം കാണണേ. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു നേരെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ടൈം വളരെ പരിമിതമാണ്. പറ്റുന്നതിലൊക്കെ കയറാം. ഹായ്, അതിന് വിട്ടു തരണ്ടേ? പറയണേ. ഭയങ്കരമായിട്ട് കറങ്ങുമോ? ഇപ്പൊ ഈ ബക്കറ്റ് തൊട്ടി പോലെ എനിക്ക് സാധനത്തെ കയറി ഇരിക്കുവാണ്. ഇത് കണ്ടോ, ഇത്തരാണ്. അയ്യോ, ഒറ്റയ്ക്കാണ്. എന്താകുന്നൊന്നും അറിഞ്ഞുകൂടാ. മോനുസേ, എങ്ങനെയുണ്ടായിരുന്നു? ഗുഡ് ബോയ്. ഇനി ഇതിന്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. ആകെ തൊട്ടി ബക്കറ്റില്ലല്ലേ. ആദ്യം ആ ബക്കറ്റിൽ കയറി. ഇനി ഇതിവിടെ ഞങ്ങൾ അടുത്തടുത്താണേ. പിന്നെ 2 പേരേ ഉള്ളു അപ്പുറം. ഇപ്പൊ ആള് കുറവാ. ആൾക്കാര് എവിടെ? ആൾക്കാര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ. അത് കഴിയുമ്പം ഈ വൈത്തിരി മൊത്തം കാണാന്നാ പറഞ്ഞു. നമുക്ക് നോക്കാവേ. ഹായ്. കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരേക്ക് പോകുന്ന നല്ല വെയില്. കറങ്ങി 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 മേലേക്ക്. ചേച്ചിയെ കാണുന്നില്ലല്ലോ, നോക്കട്ടെ എത്രയായിരുന്നു. വൈത്തിരി മൊത്തം കാണാന്ന് പറഞ്ഞെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോഴും കാടും ആണ് കാണുന്നേ. പിന്നെ വൈത്തിരി മൊത്തം കാടാണല്ലോ, അതുകൊണ്ടായിരിക്കൂലേ. എവിടെ ആണോ? ഇത് കണ്ടോ, ആദ്യം മെല്ലെ മെല്ലെ ആടിയിട്ട് പിന്നെ പെട്ടെന്നൊരാട്ടമായിരുന്നു. ഞെട്ടിപ്പോയി. ഇനി ആ ഊഞ്ഞാലയിൽ ഞാനും ചേട്ടയും കയറാൻ പോവാണേ. ഈ ഊഞ്ഞാല കയറിയില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെ. എന്തായാലും പോയി കയറിയിരിക്കണം, അത് നിർബന്ധം. അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആ ഊഞ്ഞാല തന്നെയാണ് കേട്ടോ. ഓക്കെ. ഇങ്ങനത്തെ ഈ ഊഞ്ഞാലിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ഒരു അനുഭവം എന്തായിരുന്നു എന്നുള്ള കമൻറ്റ് ചെയ്യണേ. എൻ്റേത് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇത് മെല്ലെ 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 അങ്ങോട്ട് വലിച്ചെടുത്ത് എൻ്റെ പൊന്നോ ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തന്നെ കണ്ടോ. അതായിരിക്കും അതിൻ്റെ ഒരു രസം.
അങ്ങനെ ഇതാ അമ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്ത് വെറും സിമ്പിൾ. അതെ, താഴേക്ക് നോക്കൂ, കാണികളാണ് എല്ലാവരും ഒന്നും അത് കയറത്തില്ല. കാഴ്ച കാണാൻ നിൽക്കുന്നവരാണ് താഴെ, അവരെ നമ്മൾ നിരാശപ്പെടുത്തരുത്. അങ്ങനെ ഇതാ നമ്മൾ പോയി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കൈ അതിൻ്റെ ഇട്ടിട്ടില്ലായിരുന്നു. അവർ കൈ ഇടാനാ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. പിന്നെ അവർ തന്നെ വന്ന് കാണിച്ചു തന്നു. അപ്പോഴാണ് ഓർത്ത് കൈ ഇട്ടിട്ടില്ല എന്നുള്ളത്. പിന്നെ അതാ പോയി മേലെ എത്തി. അങ്ങനെ കാണികളൊക്കെ കണ്ടല്ലോ, ഇവരെല്ലാം താഴെ നിൽക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വേണ്ടില്ല, വേഗം പോയി മേലെ എത്തി. അങ്ങ് മേലെ മുട്ടിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? ദേ ഇസ്രയേലിൽ ചെന്നോ? അങ്ങനെ ഞാനും ചേട്ടൻ കൂടെ അത്തേ കയറി കേട്ടോ. ആദ്യമായിട്ട് കയറുന്നതാണ്. ആദ്യത്തെ 3 പ്രാവശ്യം അതൊരു 1.5 പോക്കായിരുന്നു. പേടിയായി പോയിട്ട് 3ാമത്തെ കഴിഞ്ഞപ്പോ കുഴപ്പമില്ലായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. പക്ഷെ ആദ്യത്തെ ആ പോക്ക് എന്റെ പൊന്നോ പേടിച്ചു പോയെന്ന് പറഞ്ഞാൽ പേടിച്ചു പോയി, ഒന്നും പറയാനില്ല. പക്ഷെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അടുത്തത് വെള്ളത്തിൽ ചാടാൻ പോവാട്ടോ. നമുക്ക് ആദ്യം അത്ത കയറിയിട്ട് ലാസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങായിരുന്നു. അല്ല, ചേച്ചിയുടെ കൊടുക്കാം. ആ റോപ്പിൽ കൂടെ പോവായിരുന്നു. ചേട്ടായി പോവാ? അതെ, അതിലെ വരണം. റോപ്പിൽ കൂടെ സൈക്ലിംഗ് വന്ന വഴിക്കല്ലേ? വന്ന വഴിക്ക് തിരിച്ചു പോണം. ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. തലയിൽ തൊപ്പി. എങ്ങനെയുണ്ട് മനുഷ്യ? എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? കണ്ടില്ല. മോനിസ് അങ്ങനെ പോയി നിൽക്കാൻ പറ്റില്ല, അതിന് തണുത്ത് വിറയ്ക്കുന്നു. വെള്ളത്തിൽ കൂടെ കയറാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങാൻ നോക്കിയതാണ് ഫ്രണ്ട്സ്. പക്ഷേ എൻ്റെ കാല് നല്ല നീട്ടമായതുകൊണ്ട് ഒരു കാല് താഴെ ഒരു കാല് മേലെ അരിപ്രൈസിൻ്റെ അവിടെ ആയിപ്പോയി. നല്ലൊരു വീണില്ല, പക്ഷെ അവിടെ അങ്ങ് ഉറഞ്ഞ്. അതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് ഇരുന്ന് ഇറങ്ങാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അവിടെ ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേദന ഒരുവിധമൊക്കെ കുറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മെല്ലെ അവിടെ നിന്ന് എണീറ്റു.
അന്നേരത്തേനും കൊച്ചിന് തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോയി കൊച്ചിന് പനിയായിരുന്നു ഓൾറെഡി. അപ്പം മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് പിന്നെ അവനെ ഡ്രസ്സൊക്കെ മാറ്റി കയറ്റി. അന്നേരത്തേനും ചേട്ടയും നനഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റോപ്പിൽ കയറാൻ പോയി. പക്ഷെ അവർ കയറ്റിയില്ല, അവരുടെ ബെൽറ്റ് ചീത്തയാവുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വെള്ളത്തിൽ തന്നെ കളിച്ച് അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് പിന്നെയും പോയി. എന്തായാലും കയറി റോപ്പിൽ കൂടെ സൈക്ലിങ്ങിൽ കയറി. പിന്നെ ഈ വെള്ളത്തിലൊന്ന് ഉള്ളതൊന്നും അധികമൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഫോൺ നനഞ്ഞു പോകത്തില്ലേ. പിന്നെ പിള്ളേരുടെയൊക്കെ കൈക്കൂടെയൊക്കെ കൊടുത്ത് ഇച്ചിരിയൊക്കെ ആക്കിയേ. അപ്പോൾ ബാക്കി റോപ്പിൽ കൂടെ കയറിയതൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് ടിക്കറ്റാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ 2:30-3 മണിയായപ്പോഴാണ് എത്തിയത്. 9 മണിക്ക് തുറക്കുന്ന സ്ഥലമല്ലേ. അപ്പം അതും കഴിഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം ബാക്കിയും കൂടെ നിങ്ങൾ കാണണേ. അങ്ങനെ 6 മണിയായി ടൈം. ഇവിടുത്തെ പരിപാടികളൊക്കെ തീർന്നു, എല്ലാം ക്ലോസായി, ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ വൈത്തിരി പാർക്കിൽ ഇന്നത്തെ ഞങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം തീർന്നിരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ വരേക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ. അതുപോലെ പാർക്കിംഗ് ഇവിടെയല്ല കേട്ടോ. ഈ പാർക്കിൽ നിന്നും ഒരു 500 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ വണ്ടിയൊക്കെ പാർക്കിംഗ് വരുന്നത്. അപ്പം നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവർ ജീപ്പിന് നമ്മളെ ഈ പാർക്കിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തിരിച്ചു കൊണ്ട് വിടുകയും ചെയ്യും. എത്ര പണത്തിട്ട പിന്നെ ഇവര് നോക്കിയെടുത്തെന്ന് അറിയാമോ? അവരുടെ തന്നെയായിരുന്നു പറഞ്ഞല്ല. ഇവർക്ക് ഇതില്ലേട്ടായി, ഇത് നമ്മളെ അതും പാടിയല്ലേ